എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളത്തിൽ BS നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 2-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. കേരളത്തിൽ BS നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ ജൂലൈ 2-ാം തീയതിക്കുള്ളിലായിട്ട് ഓൺലൈൻ വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിൽ തന്നെ ഒട്ടുമിക്ക കുട്ടികളും ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കുട്ടികളുണ്ട്. അപ്പൊ കൊടുക്കാനുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ മേ ബി അത് റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത കുട്ടികൾ പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, പല ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യാൻ മറന്നുപോയി, ചിലത് സബ്മിറ്റ് ചെയ്തതിന്റെ വാലിഡിറ്റി തീർന്നു, ചില പേഴ്സണൽ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ വരുത്തിയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു കറക്ഷൻ ടൈം ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കറക്ഷൻ ടൈം ഉറപ്പായിട്ടും ഉണ്ടാകത്തില്ലേ, എപ്പോഴാണ് കറക്ഷൻ ടൈം വരിക എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിരുന്നു. നമുക്കറിയാം, നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാദമിക് ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ അവർ മാനുവലി ചെക്ക് ചെയ്യും. അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ ഡേറ്റ അവർ പബ്ലിഷ് ചെയ്യും. ആ വെരിഫിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നത് മുതൽ നിങ്ങൾക്ക് കറക്ഷൻ ടൈം ആയിരിക്കും. അപ്പൊ നമുക്കൊരു ടെൻഡേറ്റീവ് സ്കെഡ്യൂൾ അവർ തന്നിട്ടുണ്ട്. 25/7/2026 വരെയാണ് നിങ്ങൾക്ക് കറക്ഷൻ ടൈം തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ചിലപ്പോൾ വേരിയേഷൻ സംഭവിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ ഡേറ്റ അവർ പബ്ലിഷ് ചെയ്യും. അതായത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ അവർ മാനുവലി ചെക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളൊരു വെരിഫിക്കേഷൻ ഡേറ്റ അവർ പബ്ലിഷ് ചെയ്യും. 20/7/2026 വെരിഫിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് കറക്ഷൻ ഉള്ള കുട്ടികളും കറക്ഷൻ ഇല്ലാത്ത കുട്ടികളും നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡേറ്റ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്ഷൻ ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് യാതൊരു കാരണവശാലും കറക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഏത് ഡേറ്റ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇനി പല കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, നമുക്ക് ഫോണിൽ തന്നെ വെരിഫിക്കേഷൻ ഡേറ്റ നോക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ഫോണിൽ തന്നെ വെരിഫിക്കേഷൻ ഡേറ്റ നോക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ലോഗിൻ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറോ അതുപോലെ തന്നെ രജിസ്റ്റർ ID പാസ്വേഡും തന്നിട്ടുണ്ടല്ലോ, അത് നൽകി നിങ്ങൾ ലോഗിൻ ചെയ്യുക. പ്രൊഫൈൽ പേജ് കയറി നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ അക്സെപ്റ്റഡ് ഡേറ്റ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നാണോ, ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്നാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നർത്ഥം. ഇനി എന്തെങ്കിലും റിജക്ഷൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് റിമാർക്സ് ആയിട്ട് നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണ് റിമാർക്സ് എന്ന് നോക്കിയിട്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ബട്ടൺ അവിടെ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ എന്ത് മിസ്റ്റേക്ക് ആണോ ആ മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നാണ് തന്നിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക്, അതായത് LBS കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് എന്നാൽ നിങ്ങൾക്കറിയാം, ഇപ്പം പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ അഡ്രസ്സ് എഴുതിയപ്പോൾ മാറിപ്പോയി, ഫോൺ നമ്പർ തെറ്റിപ്പോയി, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്കറിയാവുന്ന മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് LBS കണ്ടുപിടിച്ചില്ലല്ലോ, അക്സെപ്റ്റഡ് പ്രൊഫഷണലി ആണല്ലോ തന്നേക്കുന്നത് എന്ന് വിചാരിച്ച് നിങ്ങളത് ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാതെ പോകരുത്. നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ കണ്ടുപിടിച്ച മിസ്റ്റേക്കുകളും ഈ സമയത്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റയും റിസർവേഷൻ ഡോക്യുമെന്റ്സും നിങ്ങളുടെ മാർക്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ മാർക്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇനി അതിനുശേഷം നിങ്ങൾ കറക്ഷൻസ് ഉള്ള കുട്ടികളെല്ലാം കറക്റ്റ് ചെയ്തു. കറക്ഷൻസ് ഇല്ലാത്ത കുട്ടികളും, അതായത് കറക്ഷൻസ് ഉള്ള കുട്ടികളും കറക്ഷൻസ് ഇല്ലാത്ത കുട്ടികളും ഫൈനലി നിങ്ങളൊരു കൺഫർമേഷൻ ബട്ടൺ ഉണ്ട്, കൺഫേം ചെയ്തിരിക്കണം. കൺഫേം ചെയ്തെങ്കിൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഫൈനലി ഇത് വെരിഫിക്കേഷൻ ഡേറ്റ ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ കൺഫേം ചെയ്തിരിക്കണം. അപ്പോൾ വെരിഫിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി ആണോ റിജക്റ്റഡ് പ്രൊഫഷണലി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അക്സെപ്റ്റഡ് ആണ് എങ്കിലും നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി റിജക്റ്റഡ് ചെയ്ത കുട്ടികളുടെ റിമാർക്സ് എന്താണ് എന്ന് നിങ്ങൾ നോക്കിയിട്ട്
അതിന്റെ മിസ്റ്റേക്സും നിങ്ങൾ കറക്റ്റ് ചെയ്ത് നൽകേണ്ടതാണ്. ഈ ഒരു കറക്ഷൻ ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നീടും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സമയം ഉണ്ടാകത്തില്ല, അനുവദിച്ച് തരത്തില്ല. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നിങ്ങൾ അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ കറക്റ്റ് ചെയ്യുക. കുട്ടികൾ ചോദിച്ചിരിക്കുന്ന കുറച്ച് കോമൺ ഡൗട്ട്സ് നമുക്ക് നോക്കാം. അതായത് നമുക്ക് നേഴ്സിംഗിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത്. നമുക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കുകളാണ് ഇതിനു വേണ്ടി പരിഗണിക്കുക. 50% എബവ് മാർക്കുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല. കാരണം കേരളത്തിൽ 90% എബവ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, എനിക്ക് 290 ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ 90% മാർക്കുണ്ട്, എനിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ, LBSൽ അഡ്മിഷൻ കിട്ടുമോ, ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതൊക്കെ. ഇപ്പൊ എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആണെന്ന് അറിയാം. പക്ഷേ നമുക്ക് അങ്ങനെ കൺഫേം പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ അല്ലെങ്കിൽ LBSൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളൊരു കാര്യം. കാരണം ഓരോ വർഷവും നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. അപ്പൊ ഈ വർഷം എത്രത്തോളം കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര കുട്ടികൾക്ക് ഫുൾ ഇൻഡെക്സ് മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരേ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റ് ഒക്കെ, ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തരുടെ റാങ്ക് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ 2025 കണക്ക് നോക്കുവാണെങ്കിൽ 290 ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിയുടെ റാങ്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 5000 ഒക്കെയാണ്. അപ്പൊ ഈ വർഷം അതിൽ ചേഞ്ച് വരാം. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ഇംപ്രൂവ്മെന്റ് മാർക്കിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മാർക്ക് റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒരു ഡൗട്ടാണ്, നമ്മൾ കോളേജ് ഓപ്ഷൻ സെറ്റിലാണ് കൊടുക്കേണ്ടത്, കോഴ്സ് സെറ്റിലാണ് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം വരിക. ആ ഒരു സമയത്താണ് നമ്മൾ ഏതൊക്കെ കോളേജാണ് നമുക്ക് വേണ്ടത്, അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോഴ്സും നമ്മൾ ആ ഒരു സമയത്താണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളേജുകളും കോഴ്സുകളും വെക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെന്റുകൾ ഉണ്ടെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഈ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 3 അലോട്ട്മെന്റുകളാണ് ഉള്ളത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റ്. ഈ 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം പിന്നീട് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെ കോളേജുകളിൽ സീറ്റ് വേക്കൻസി ഉണ്ട് എന്നതിനനുസരിച്ചായിരിക്കും പിന്നീട് ഓരോ അലോട്ട്മെന്റുകളും വരിക. അങ്ങനെ എത്ര അലോട്ട്മെന്റുകൾ വേണമെങ്കിലും സീറ്റ് വേക്കൻസി ഉള്ളതനുസരിച്ച് അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്